അവളുടെ പ്രവൃത്തിയിൽ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് എന്തോ ഓർത്തതുപോലെ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ അവളുടെ നേരെ തിരിഞ്ഞു. എന്താടി ഇപ്പോൾ ചെയ്തത്? അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തിരിക്കുകയായിരുന്നു. അത് കാണും തോറും അവൾക്ക് വല്ലാത്ത പേടി തോന്നിയിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ, എന്താ നീ ഇപ്പോൾ ചെയ്തതെന്ന്? അവൻ ഒന്നുകൂടി ദേഷ്യത്തോടെ അവളെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ കൈകൾ അവളുടെ കൈത്തണ്ടയിൽ മുറുകിയിരുന്നു. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കരുത്. നീ വിചാരിക്കുന്നത് പോലെ ഇതൊക്കെ കാണുമ്പോൾ മയങ്ങി വീഴുന്നവനല്ല ഈ വിഷ്ണു. അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ നുള്ളി കളഞ്ഞോണം. വന്നപ്പോൾ മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെയൊക്കെ നോട്ടവും ഭാവവും കാണുമ്പോൾ അറിയാടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. അതുമായിട്ട് വിഷ്ണുവിൻ്റെ മുമ്പിൽ വരരുത്. ഇനി മേല ഇമാതിരി പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാ. അവൻ അവളുടെ നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഈ കാണിക്കുന്ന കള്ളക്കണ്ണീരുണ്ടല്ലോ, അത് നീ വേറെ വല്ലവരുടെ അടുത്ത് കാണിച്ചാൽ മതി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടമാ. അവൾ പേടിയോടെ പറഞ്ഞതും അവൻ്റെ കരുത്തുറ്റ കരങ്ങൾ അവളിൽ ഉയർന്നു താഴ്ന്നു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കിയതും അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. പിന്നെ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് അവളെ തള്ളിമാറ്റി അവൻ ഇറങ്ങിപ്പോയി. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ പോയതും അവൾ എങ്ങനെയോ ആ ഓംലേറ്റ് കഴിച്ചെന്ന് വരുത്തി. പിന്നെ പാത്രം കഴുകി വെച്ചിട്ട് മുറിയിലേക്ക് നടന്നു. അവൾ ഐശുവിനൊപ്പമായിരുന്നു കിടന്നിരുന്നത്. അവൾ ചെന്നപ്പോൾ ഐശു നല്ല ഉറക്കമായിരുന്നു. മുറിയിലേക്ക് ചെന്ന അവൾ നിലത്തേക്ക് ഊർന്നിരുന്ന് കട്ടിലിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു. ഞാൻ അങ്ങനെയാണോ? വിഷ്ണുവേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ? ഞാൻ അങ്ങനെ ആമ്പിള്ളേരെ മയക്കാൻ നടക്കുന്ന പെണ്ണാണെന്നല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം? താൻ അങ്ങനെയാണോ? എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി എപ്പോഴോ. ഇന്ന് തനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്നപ്പോൾ എന്തോ ആ ഇഷ്ടം കുറച്ച് കൂടി. ആ ഒരു ഇതിൽ കിസ് ചെയ്തു പോയതാ, അല്ലാതെ ഒന്നും കരുതിയിട്ടല്ല. എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരഞ്ഞ് കരഞ്ഞ് അവൾ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. മുറിയിലേക്ക് വന്ന അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ദേഷ്യം കൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചു. എന്തിനാ അച്ചു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത്? തല്ലണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തപ്പോൾ പഴയ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കൂടി കടന്നുപോയി. അതിൻ്റെ കൂടെ അവൾ ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ തല്ലിപ്പോയതാണ്. വേണ്ടായിരുന്നു, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. വീട്ടിലേക്ക് വന്നവളോട് അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി. അവൻ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് നന്ദു രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ഞാൻ സഹായിക്കണോ വിജയാൻറ്റി? അവൾ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. തലവേദന കുറവുണ്ടോ മോളെ? അവരും തിരികെ ചോദിച്ചു. ഉണ്ട് ആൻറ്റി, അത് മരുന്ന് കഴിച്ചു കിടന്നപ്പോൾ കുറഞ്ഞു. ചേച്ചി എഴുന്നേറ്റില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ല മോളെ, എഴുന്നേറ്റില്ല. അവൾ ജോലിക്ക് പോകുമ്പോൾ എന്നും രാവിലെ എഴുന്നേക്കും. അവധി ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ കിടന്നുറങ്ങാറുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി അതിനും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉണർത്താൻ ചെല്ലാറില്ല. അവർ ചിരിച്ചുകൊണ്ട് നന്ദുവിനോട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ എന്തേലും ചെയ്യണോ ആൻറ്റി? അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. മോളൊന്നും ചെയ്യണ്ട. ദേ ഷീജയുണ്ടല്ലോ, പിന്നെ ഞാനും, ഞങ്ങൾ ചെയ്തോളാം. അവർ അടുക്കളയിൽ തന്നെ ഇരുന്ന് പച്ചക്കറി അരിയുന്ന മറ്റൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവരവിടുത്തെ ജോലിക്കാരിയായിരുന്നു. എങ്കിൽ ഞാൻ പോയി മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാം ആൻറ്റി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു. അവൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു. സരസ്വതിക്കുട്ടി ഉറക്കമാണോ? അവൾ മുറിയിലേക്ക് കയറി ചിരിയോട് ചോദിച്ചു. വാടി കുറുമ്പി, കയറി വാ. അവർ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. എന്തോ ഉണ്ട് മുത്തശ്ശി, മുത്തശ്ശൻ വരാറുണ്ടോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ മനുഷ്യൻ എന്നെ വിട്ടിട്ട് പോയിട്ട് വേണ്ടേ വരാതെ ഇരിക്കാൻ? അവരും ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വിജയ അവളെ വിളിച്ചത്. ഓ വരുന്നു ആൻറ്റി, അവൾ പറഞ്ഞു. പിന്നെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. എന്താ ആൻറ്റി? അവൾ സംശയത്തോടെ ചോദിച്ചു. മോളെ, ഈ ചായ വിഷ്ണുവിൻ്റെ മുറിയിലേക്കൊന്ന് കൊണ്ടുവയ്ക്കുമോ? അവന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ വേണം. എനിക്ക് കുറച്ച് പണിയുണ്ട്. അവർ അവളെ നോക്കി പറഞ്ഞു. അതിനെന്താ ആൻറ്റി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ചായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവർ വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു. അവൾ അതുമായിട്ട് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിൽ ചെന്നപ്പോൾ വിഷ്ണു കട്ടിലിലില്ലായിരുന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചായ അവിടെ വെച്ചിട്ട് തിരിഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു. എങ്കിൽ ചായയുടെ കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവൾ അവനെ നോക്കിയതും ബാത്റൂമിൽ നിന്നും കുളിച്ചിട്ടിറങ്ങുന്ന ജീവനെയാണ് കണ്ടത്. അവിടെ നിന്നും വരുന്ന ജീവനെ കണ്ടതും അവൾ നെറ്റിച്ചുളിച്ചു. പെട്ടെന്ന് അവളെ അവിടെ കണ്ട അവനും സംശയത്തോടെ അവളെ നോക്കി. പിന്നെ കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചു. എന്താ നന്ദു, ഇന്ന് ഞാനാണോ നിന്നെ ടോർച്ചർ ചെയ്യാൻ വന്നത്? അതോ നീയാണോ എൻ്റെ അടുത്തേക്ക് വന്നത്?
ഇനി ഇതും ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയല്ലേ. എൻ്റെ റൂമിൻ്റെ ബാത്റൂമിലെ പൈപ്പ് വർക്കാവുന്നില്ല, അതുകൊണ്ടൊന്ന് കുളിക്കാൻ വന്നതാ. അല്ലാതെ നീ ഇങ്ങോട്ട് വരുമെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതല്ല കേട്ടോ. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഒന്ന് നിന്നേ. അവൾ പോകുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ നിന്നു. ഇന്ന് കുളത്തിൽ കുളിക്കാൻ പോയില്ലേ നന്ദു? അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഹോ, ഇങ്ങനെ നോക്കല്ലേടി, എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുക. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ വിച്ചേട്ടനെ കൂടെ വിളിക്കണേ, ഞാനും കൂടി വരാം. അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. നിനക്കെന്താ? എനിക്ക് തോന്നുമ്പോൾ കുളത്തിൽ കുളിക്കും, കുളിക്കാതിരിക്കും. അതിന് ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത്? നീയാണ് എന്നെ കുളിപ്പിക്കുന്നത്. നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ വരണ്ട, കേട്ടല്ലോ? ദെൻ ഇങ്ങനെയുള്ള പഞ്ചാര വർത്താനം കേൾക്കുമ്പോൾ വീഴുന്ന പെമ്പിള്ളേരുണ്ടാകും. അതിൽ എന്നെ കൂട്ടരുതെന്ന് തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവൾ കൈ അവനെ നേരെ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു. നന്ദു, തമാശയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. എടി, പെണ്ണെപ്പോഴും പെണ്ണ് തന്നെയാ, പ്രത്യേകിച്ച് നീ. ഞാൻ എന്തേലും പറയുമ്പോൾ ചുവക്കുന്ന ഈ മുഖമുണ്ടല്ലോ, അതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ല. അത് എന്നിൽ നിന്നും മറച്ചു വയ്ക്കാൻ നീ ഉണ്ടാക്കുന്ന ഈ മുഖമൂടിയെ അത് വലിച്ചു കീറാൻ എനിക്കധികം സമയം വേണ്ട നന്ദു. അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അവിടെ നിന്ന എന്തേലും പറഞ്ഞു പോകുമെന്ന് കരുതി അവൾ തൻ്റെ ദേഷ്യത്തെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് അവനും അവൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. അച്ചു രാവിലെ എഴുന്നേറ്റതേ ഇല്ലായിരുന്നു. കരഞ്ഞു തളർന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയതാണ് അവൾ. വൈഷു എഴുന്നേറ്റപ്പോൾ തറയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്നവളെയാണ് കണ്ടത്. ഇവളെന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഇന്നലെ എൻ്റെ കൂടെ കട്ടിലിലായിരുന്നല്ലോ ഇവള് കിടന്നത്. അവൾ സംശയത്തോടെ മനസ്സിൽ വിചാരിച്ചു. അച്ചു, ഡി. വൈഷു അവളെ തട്ടി വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. നീ എന്താടി അവിടെ കിടക്കുന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചതും അച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു. ഇതെന്താ നിന്റെ കവളി? ആരാ നിന്നെ തല്ലിയത്? വൈഷു അവളുടെ മുഖത്തെ തടിച്ചിരിക്കുന്ന പാട് കണ്ട് സംശയത്തോട് ചോദിച്ചതും അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വൈഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടി, എന്താ പറ്റിയേ? വൈഷു സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ പൊട്ടിക്കരച്ചിലോടെ വൈഷുവിനെ കെട്ടിപ്പിടിച്ചു. എടാ അച്ചു, കരയാതെടാ, എന്താ പറ്റിയേ? പറയേ. വൈഷു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ എന്നിട്ടും അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. വൈഷു അവളുടെ പിന്തലയിൽ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ കരച്ചിലിനൊടുവിൽ അവളൊന്ന് ഓക്കെയായതും അവൾ വൈഷുവിൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി. പിന്നെ കണ്ണുകളെ തുടച്ചു. അച്ചു, എന്താടാ, എന്താ പറ്റിയേ? എന്തുണ്ടേലും പറയച്ചു. ആരാ നിന്നെ തല്ലിയത്? വൈഷു സംശയത്തോടെ അവളോട് ചോദിച്ചു. വിഷ്ണുവേട്ടനാ എന്നെ തല്ലിയത്. അവൾ വൈഷുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും വൈഷു ഞെട്ടി. വിഷ്ണു അവളെ തല്ലി എന്നുള്ളത് വൈഷുവിന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തിന്? വൈഷു സംശയത്തോടെ അവളോട് ചോദിച്ചതും അച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. നിനക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടമാണോ? ശരിക്കും? വൈഷു കണ്ണുകൾ വിടർത്തി സംശയത്തോടെ അവളോട് ചോദിച്ചു. അവളൊന്ന് മൂളി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ അച്ചുമോ? വൈഷു അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട പെണ്ണെ, ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ ഞാനില്ലേ? ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ പെണ്ണ് നീ മാത്രമായിരിക്കും, പോരെ? വൈഷു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. വേണ്ടടാ, വിഷ്ണുവേട്ടന് എന്നെ ഇഷ്ടമല്ലടാ, അതുകൊണ്ടല്ലേ എന്നെ തല്ലിയത്. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുത്തണം. അവിടെയല്ലേ നമ്മുടെ പെൺപിള്ളേരുടെ കഴിവിരിക്കുന്നത്. വെറുതെ ഇരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടില്ലടി. പക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? നിനക്ക് വിഷ്ണുവേട്ടനെ വേണോ? വൈഷു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വേണമെന്നുണ്ടായിട്ടല്ലേ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അല്ലാതെ അത് വെറും തമാശയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ചു സംശയത്തോടെ തിരികെ ചോദിച്ചു. എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം എൻ്റെ അച്ചുമ്മ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ. പിന്നെ എൻ്റെ വിഷ്ണുവേട്ടനായതുകൊണ്ട് പറയുകയല്ല, ദേഷ്യത്തിന് ഇന്നലെ അങ്ങനെ ചെയ്തു പോയെങ്കിലും ഇപ്പം മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും. എനിക്കറിയാം എൻ്റെ ഏട്ടനെ. എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അതെനിക്ക് വിഷമമായെന്ന് ഏട്ടന് തോന്നിയാൽ പിന്നെ എന്നെ ചിരിപ്പിക്കാൻ പുറകെ നടക്കും ഏട്ടൻ. അപ്പോൾ എന്തായാലും ഏട്ടന് ഇത് നല്ലതുപോലെ വിഷമമായി കാണും. വൈഷു ചിരിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി പറഞ്ഞു. നിന്നെപ്പോലെ അല്ലല്ലോ ഞാൻ, നീ വിഷ്ണുവേട്ടൻ്റെ പെങ്ങളല്ലേ, ഞാൻ ആരും അല്ലല്ലോ. അച്ചു അവളെ നോക്കി പറഞ്ഞതും വൈഷു ചിരിച്ചു. ഇതിനുള്ള ഉത്തരം നിനക്ക് തന്നെ മനസ്സിലാകും. ഇപ്പോൾ തന്നെ മീശമാധവനിൽ പറയുന്ന പോലെ കുറ്റബോധം കൊണ്ട് നീറി ഇരിക്കുകയായിരിക്കും വിഷ്ണുവേട്ടൻ. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് തന്നെ നിന്നോട് സോറി പറയാൻ വിഷ്ണുവേട്ടൻ വരും, ഉറപ്പ്. വൈഷു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, എന്നോട് ദേഷ്യമാണ് വിഷ്ണുവേട്ടന്. അച്ചു വിഷമത്തോടെ അവളോട് പറഞ്ഞു. പക്ഷെ വിഷ്ണുവേട്ടൻ്റെ പെങ്ങളായ എനിക്ക് തോന്നുന്നുണ്ട്. നീ ഇപ്പോൾ പോയി കുളിച്ചിട്ട് വാ, ബാക്കി നമുക്ക് നോക്കാം, ചെല്ല്.
ഞാൻ എൻ്റെ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. വൈശു ചിരിച്ചുകൊണ്ട് അച്ചുവിനോട് പറഞ്ഞു. ചോദിക്കാൻ മറന്നു, എന്താടിയാ ചേട്ടൻ്റെ പേര്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഇവിടെ എല്ലാവർക്കും അറിയോ ഇത്? അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് എൻ്റെ സീനിയർ ആയിരുന്നടി. ഇപ്പോൾ കോളേജിൽ സെക്കൻഡ് ഇയർ ബികോം പഠിക്കുക. പേര് നാസിം. അവൾ പറഞ്ഞതും അച്ചു ഞെട്ടി. അപ്പോൾ ഹിന്ദു അല്ലേ? മുസ്ലിമാണോ? അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ, അവൾ ചെറിയ വിഷമത്തോടെ പറഞ്ഞു. എടി, ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? പ്രത്യേകിച്ച് വിഷ്ണുവേട്ടൻ. അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. പ്രശ്നമാണ്. എനിക്കത് തന്നെ അച്ചു പേടി. വിഷ്ണുവേട്ടൻ അറിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. അത് ഉറപ്പായ കാര്യമാണ്. വൈശു വിഷമത്തോടെ പറഞ്ഞു. ആ ചേട്ടൻ സീരിയസ് ആണോ? നിനക്ക് ഉറപ്പാണോ? അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെന്താ നീ ഇപ്പം അങ്ങനെ പറഞ്ഞത്? വൈശുവും സംശയത്തോടെ തിരികെ ചോദിച്ചു. അതല്ലടാ, ആ ചേട്ടൻ ഇപ്പോൾ കോളേജിലാണെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് ചോദിച്ചതാ. കോളേജിലൊക്കെ ആകുമ്പോൾ വേറെ റിലേഷനോ മറ്റോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെ അല്ലേ? അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലടി. എനിക്ക് വിശ്വാസമാണ്. പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലല്ലോ. എൻ്റെ പുറകെ നടന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ എന്നെ ഇഷ്ടമായിട്ടായിരിക്കുമല്ലോ. അവളും പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ആ ചേട്ടന് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ലൈഫിനെ പറ്റി അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ. പിന്നെ ഇപ്പോൾ തോന്നുന്ന ഇഷ്ടമല്ല സീരിയസ് ആണെന്ന് നമുക്ക് പറയാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നീ കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊന്നും വെക്കണ്ട. അച്ചോളെ ഓർമ്മപ്പെടുത്തി. അത് കേട്ടതും വൈശു ഒന്ന് മൂളി. നീ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ചായ കുടിക്കാൻ പോകാം. വൈശു ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഓയ് വിഷ്ണുവേട്ടാ! എന്തോ ആലോചിച്ച് പുറത്തു നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി നന്ദു വിളിച്ചു. ആ, എന്താ മോളെ, ചായയൊക്കെ കുടിച്ചോ? അവൾ വിളിക്കുന്നത് കേട്ടതും വിഷ്ണു തിരിഞ്ഞു നിന്ന് സംശയത്തോട് ചോദിച്ചു. കുടിച്ചല്ലോ. വിഷ്ണുവേട്ടൻ എന്താ കുളിക്കാതെ നനയ്ക്കാതെ ഇവിടെ വന്നിരുന്ന് രാവിലെ സ്വപ്നം കാണുന്നത്? നന്ദു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഒന്നുമില്ല മോളെ. എല്ലാവരും രാവിലെ എഴുന്നേറ്റോ? അച്ചു രാവിലെ എഴുന്നേറ്റോ? അവളെ കണ്ടോ എന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് വിഷ്ണു നന്ദുവിനോട് വളഞ്ഞു ചോദിച്ചു. അറിയില്ല ഏട്ടാ, അരവിന്ദേട്ടനെ മുറിയെ കണ്ടില്ല. പുറത്തെ ബാത്റൂമിൽ കുളിക്കാൻ പോയെന്ന് ആൻറ്റി പറയുന്നത് കേട്ടു. പിന്നെ ചേച്ചി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അവളുമാരെയും പുറത്തേക്ക് കണ്ടില്ല. എനിക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് കിടക്കാനും തോന്നിയില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നതും അരവിന്ദ് കുളിച്ചിട്ട് അവരുടെ കൂടെ വന്നിരുന്നു. ഇതെന്താ രാവിലെ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ചർച്ച? അരവിന്ദ് അങ്ങോട്ടേക്ക് വന്ന് സംശയത്തോട് ചോദിച്ചു. ഓ, ഒന്നുമില്ല അരവിന്ദേട്ടാ, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അല്ല, അരവിന്ദേട്ടൻ എന്താ അകത്ത് കുളിക്കാതെ വെളിയിൽ പോയി കുളിച്ചത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് ഞാൻ കുളിക്കാൻ കയറാൻ തുടങ്ങിയപ്പോഴാണ് ജീവൻ വന്നത്. പിന്നെ ഞാൻ വെളിയിൽ കുളിക്കാമെന്ന് വെച്ചു. അകത്തെ വെള്ളത്തിനേക്കാൾ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. നല്ല സുഖമുണ്ട് കുളിക്കാൻ. അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നപ്പോഴാണ് വൈശു ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നത്. കയ്യിൽ ഫോണും ഉണ്ട്. ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ട് വരുന്ന വരവായിരുന്നു അവൾ. വൈശു, നിനക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്കിലും ഈ കുന്തമൊന്ന് മാറ്റി വെച്ചൂടെ? അവൾ ഫോൺ നോക്കി ഇറങ്ങി വരുന്നത് കണ്ടതും വിഷ്ണു ശാസനയോടെ പറഞ്ഞു. അത് കേട്ടതും അരവിന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക ഇവളെ പെറ്റിട്ടത് ഈ ഫോണിലാണോ? 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കൊണ്ടാണ് നടപ്പ്. ഒരിക്കൽ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഇവള് പറയുന്നത് കോളേജിലെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നാണ്. അരവിന്ദ് അവളെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. അതിന് അരവിന്ദേട്ടൻ എന്ത് വേണം? ഞാനല്ലേ ഫോണിൽ നോക്കുന്നത്? എൻ്റെ ഫോണല്ലേ. അരവിന്ദേട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. വൈശു! അവൾ അരവിന്ദനോട് ദേഷ്യപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതുപോലെ വിഷ്ണു ദേഷ്യത്തോടെ വിളിച്ചു. അത് കേട്ടതും അവൾ ഞെട്ടി. പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി.